ജർമ്മനിയിൽ ക്രിസ്മസ് മാർക്കറ്റിൽ കാർ പാഞ്ഞു കയറി അപകടം. ഒരു കുട്ടി ഉൾപ്പെടെ 2 പേർ മരിച്ചു. 60 പേർക്ക് പരിക്കേറ്റ 15 പേരുടെ നില ഗുരുതരം. അപകടമുണ്ടാക്കിയ സൗദി പൗരൻ പിടിയിൽ. ഭീകരാക്രമണമാണോ എന്ന് സംശയിക്കുന്നതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ. വിശദാംശങ്ങളുമായി ലക്ഷ്മി ബാലചന്ദ്രൻ ഉണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ലക്ഷ്മി, എന്താണ് സംഭവം? ആതിര, കിഴക്കൻ ജർമ്മനി നഗരമായ മാഗ്ഡർബർഗിലാണ് അപകടമുണ്ടായത്. ഇന്ത്യൻ സമയം ഏകദേശം രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. നഗരത്തിലെ സെൻട്രൽ ടൗൺ ഹാൾ സ്ക്വയറിൽ ക്രിസ്മസ് മാർക്കറ്റിന് കുറുകെയാണ് അപകടമുണ്ടായത്. മാർക്കറ്റിലേക്ക് കറുത്ത അല്ലെങ്കിൽ ഒരു ഇരുണ്ട നിറമുള്ള ഒരു BMW കാർ ആൾക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറുകയാണ് ഉണ്ടായത്. ഒരു കുട്ടി ഉൾപ്പെടെ 2 പേർ അപകടത്തിൽ മരിച്ചതായി റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ പേർ മരിച്ചിരിക്കാനുള്ള സാധ്യതയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപകടത്തിൽ 60-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 15 പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് ലഭിക്കുന്ന വിവരം. സൗദി പൗരനായ ഒരു ഡോക്ടറാണ് സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹമാണ് വണ്ടി ഓടിച്ചിരിക്കുന്നത്. 2006 മുതൽ ഇയാൾ ജർമ്മനിയിൽ ഡോക്ടറായി പ്രവർത്തിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. സംഭവം ഭീകരാക്രമണമാണെന്ന സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. കാറിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. 400 മീറ്ററോളം ഇയാൾ കാർ ഡ്രൈവ് ചെയ്ത് മാർക്കറ്റിലൂടെ ഇയാൾ 400 മീറ്ററോളം വാഹനം ഓടിച്ചിട്ടുണ്ട്. ക്രിസ്മസ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. ജർമ്മനിയിൽ തന്നെ നിരവധി ക്രിസ്മസ് മാർക്കറ്റുകളാണ് ഇരിക്കുന്നത്. ജനസാന്ദ്രമായതിനാൽ തന്നെ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരും എമർജൻസി സർവീസുകളും ഒക്കെ സ്ഥലത്ത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിനാൽ പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ നൽകാൻ സാധിച്ചിട്ടുണ്ട്. 2016-ലും സമാനമായ ഒരു ആക്രമണം ബെർലിനിൽ ഉണ്ടായിട്ടുണ്ട്. ബെർലിനിലെ ക്രിസ്മസ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട് 2016-ലും. അതിലും 13 പേർ കൊല്ലപ്പെട്ടതായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു തീവ്രവാദ ബന്ധമുണ്ടെന്നാണ് നിലവിൽ പോലീസുകാർ പറയുന്നത്. ആതിര, ശരി, എന്തായാലും ജർമ്മനിയിലാണ് ആൾക്കൂട്ടത്തിലേക്ക് കാറ് പാഞ്ഞു കയറി 2 പേർ മരിച്ചിരിക്കുന്നത്. ഈ മരിച്ചതിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. 60-ലധികം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇതിൽ തന്നെ എത്ര പേരുടെ നില ഗുരുതരമാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വ്യക്തമല്ല. ലക്ഷ്മിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി, ഈ കാറിൻ്റെ ഡ്രൈവറായ സൗദി പൗരൻ അയാൾ ടൂറിസ്റ്റ് ആണോ അതോ അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ലഭ്യമാണോ? ആതിര, 2006 മുതൽ ഈ സൗദി സ്വദേശിയായിട്ടുള്ള വ്യക്തി അവിടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്, അവിടെ ജോലി ചെയ്ത് വരികയാണെന്നാണ് ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തിന്റെ പേരോ ഒന്നും ഇതുവരെയായിട്ടും വ്യക്തമായിട്ടില്ല, അല്ലെങ്കിൽ വ്യക്തമാക്കിയിട്ടില്ല പോലീസ് ഉദ്യോഗസ്ഥർ. ഒരു 50 വയസ്സിനോടടുത്ത് പ്രായമുള്ള ഒരു ആളാണ്, ഒരു ഡോക്ടറാണ്. അവിടെ 2006 മുതൽ അവിടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇതിന് പിന്നിലെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ആതിര, ശരി, എന്തായാലും 2 പേരുടെ മരണത്തിനിടയാക്കിയൊരു അപകട വാർത്തയാണ് ജർമ്മനിയിൽ നിന്ന് പുറത്തു വരുന്നത്. ജർമ്മനിയിലെ മാഗ്ഡബർഗ് നഗരത്തിലെ ക്രിസ്മസ് മാർക്കറ്റിലായിരുന്നു ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. 2 പേരാണ് മരിച്ചത്. മരിച്ചതിലൊരു കുട്ടിയും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. 60-ലധികം പേർക്കാണ് നിലവിൽ പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു സൗദി പൗരനാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ലക്ഷ്മി.